അതിന്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറക്ക് അതിന്മേൽ യുക്തമായ തീരുമാനവും കൈക്കൊള്ളും. ഒരു കാര്യം വ്യക്തമായി പറയാം, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും നിയോഗിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. ADGP MR അജിത് കുമാറിനെയും P ശശിയെയും കൈവിടാതെ മുഖ്യമന്ത്രി. RSS കൂടിക്കാഴ്ചയിൽ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന നിലപാടിൽ മാറ്റമില്ല. ശശിയുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് ക്ലീൻ ചിറ്റ്. എന്താ സംശയം? അദ്ദേഹം CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എന്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാം പാർട്ടി നിയോഗിച്ചതാണ്. അങ്ങനെയെല്ലാമുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തലായിരുന്നു. എന്റെ ശ്രദ്ധയിലും പെടുത്താം, മുഖ്യമന്ത്രി എന്ന നിലക്ക് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്താം, പാർട്ടിയുടെ ശ്രദ്ധയിലും പെടുത്താം. പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ശേഷമായിരുന്നു പിന്നെ പരസ്യ നടപടികളിലേക്ക് സാധാരണഗതിയിൽ പോകേണ്ടത്. അത് അല്ല അദ്ദേഹം സ്വീകരിച്ചത്. PV അൻവറിനെ തള്ളി മുഖ്യമന്ത്രി. അൻവറിന്റേത് കോൺഗ്രസിന്റെ വഴിയെന്ന് ഓർമ്മപ്പെടുത്തൽ. ആരെങ്കിലും പരാതി പറഞ്ഞാൽ ഉത്തരവാദപ്പെട്ട പദവിയിലുള്ളവരെ മാറ്റില്ല. ഫോൺ റെക്കോർഡ് ചെയ്തതിന് അൻവറിന് വിമർശനം. പോലീസിന്റെ മനോവീര്യം കെടുത്താൻ സമ്മതിക്കില്ലെന്ന് അൻവറിന് മുഖ്യമന്ത്രിയുടെ മറുപടി. നേരത്തെ തന്നെ ആ അന്വേഷണം പൂർത്തിയാക്കേണ്ടതായിരുന്നു. അത് കുറച്ചുകൂടി സമയം വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എൻ്റെ മുന്നിൽ ഒരു കടലാസ് വന്നു. അപ്പോൾ ഞാനതിൽ പറഞ്ഞു 24-ാം തീയതിക്ക് മുൻപായി ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിട്ടുണ്ട്. 24-ാം തീയതിക്കുള്ളിൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. തൃശൂർ പൂരം അന്വേഷണം വൈകിയെന്ന് സമ്മതിച്ച് മുഖ്യമന്ത്രി. ഈ മാസം 24 വരെ സമയം നൽകിയെന്ന് മറുപടി. അന്വേഷണത്തിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റില്ല. വിവരാവകാശ മറുപടി തള്ളി മുഖ്യമന്ത്രി. കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം മെമ്മോറാണ്ടം സമർപ്പിച്ചു. ആ മെമ്മോറാണ്ടത്തിലെ കണക്കുകൾ ചെലവിന്റെ കണക്കായി വ്യാഖ്യാനിച്ചാണ് വ്യാജ വാർത്ത ഉണ്ടാക്കിയത്. വയനാട് ദുരിതാശ്വാസത്തിനായുള്ള പ്രതീക്ഷിത ചെലവ് തെറ്റായി വ്യാഖ്യാനിച്ചെന്ന് മുഖ്യമന്ത്രി. കേന്ദ്രത്തിനുള്ള മെമ്മോറാണ്ടം മാനദണ്ഡപ്രകാരം വിദഗ്ധർ തയ്യാറാക്കിയതെന്ന് വിശദീകരണം. കണക്കുകൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മറുപടി. ഇതൊരു സാധാരണ മാധ്യമ പ്രവർത്തനമല്ല. വിശേഷിപ്പിക്കാവുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനമെന്ന് മാത്രമാണ്. ഈ നശീകരണ മാധ്യമ പ്രവർത്തനം സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ്. മാധ്യമങ്ങളെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി. ചില മാധ്യമങ്ങൾ വിവാദ നിർമ്മാണശാലകളായി മാറിയെന്ന് വിമർശനം. വ്യാജ വാർത്തകൾക്ക് പിന്നിലെ പ്രത്യേക അജണ്ടയുണ്ടെന്ന് കുറ്റപ്പെടുത്തൽ. നിയമ നടപടി സ്വീകരിക്കേണ്ട സാഹചര്യമെന്ന് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. മലയാള സിനിമയുടെ അമ്മയ്ക്ക് കേരളം വിട നൽകുന്നു. കളമശ്ശേരിയിലെ പൊതുദർശനത്തിൽ കവിയൂർ പൊന്നമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ച് നൂറുകണക്കിന് പേർ. സംസ്കാരം വൈകിട്ട് ആലുവയിലെ വീട്ടുവളപ്പിൽ. മുതിർന്ന CPM നേതാവ് MM ലോറൻസ് അന്തരിച്ചു. അന്ത്യം കൊച്ചിയിൽ. കടന്നുപോകുന്നത് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ പോരാളി. ലോറൻസിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് മുഖ്യമന്ത്രി. ശിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിൽ. ലോറിയുടെ ലോഹഭാഗങ്ങളും കയറും കണ്ടെത്തിയ സ്ഥലത്ത് തെരച്ചിൽ തുടരുന്നു. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപേയും ഗംഗാവലിപ്പുഴയിൽ. ഡൽഹിയിൽ പുതിയ മുഖ്യമന്ത്രി ഇന്ന് ചുമതലയേൽക്കും. അതിഷിയുടെ സത്യപ്രതിജ്ഞ വൈകിട്ട്. 5 മന്ത്രിമാരും ചുമതലയേൽക്കും. PV അൻവർ ഉന്നയിച്ച എല്ലാ വിമർശനങ്ങളെയും തള്ളിക്കളഞ്ഞുള്ള മറുപടിയാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. ADGP MR അജിത് കുമാറിനെതിരെ തൽക്കാലം ഒരു നടപടിയും ഉണ്ടാവുകയില്ല. അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുകയാണ്. അതുപോലെ തന്നെ തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ഒരു നടപടിയുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പരാതി പറഞ്ഞാൽ നടപടിയെടുക്കാൻ കഴിയില്ല എന്ന് കൃത്യമായ വിശദീകരണമാണ് ഇന്ന് മുഖ്യമന്ത്രി നൽകിയത്. P ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും അദ്ദേഹം CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണെന്നും
ഓർമ്മപ്പെടുത്തുകയായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി ചെയ്തത്. അതുപോലെ തന്നെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് ഈ രീതിയിലല്ല ഉന്നയിക്കേണ്ടത് എന്നുള്ള വിമർശനവും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പാർട്ടി ഫോറത്തിലാണ് പറയേണ്ടത്, അല്ലെങ്കിൽ തന്നെ ബോധ്യപ്പെടുത്താമായിരുന്നു. അതിനു മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞതിലുള്ള അതൃപ്തിയും മുഖ്യമന്ത്രി ഇന്ന് പ്രകടിപ്പിക്കാൻ മടി കാണിച്ചിട്ടില്ല. പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ പറയണമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുപോലെ തന്നെ വ്യക്തിവിരോധം തീർക്കുവാനുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്നും P ശശിക്കെതിരെയുള്ള നടപടി ചൂണ്ടിക്കാണിച്ചപ്പോൾ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അൻവറിന്റെ എല്ലാ തരത്തിലുള്ള പരാതികളും തള്ളുന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. പോലീസിന്റെ മനോവീര്യം തളർത്താൻ അനുവദിക്കുകയില്ല എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. തൃശൂർ പൂരത്തിന്റെ കാര്യത്തിലും അന്വേഷണത്തിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും അന്വേഷണ റിപ്പോർട്ട് വരാതെ ഒരു നടപടിയും ഉണ്ടാവുകയില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. നേരത്തെ LDF യോഗത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളോടും പറഞ്ഞത്. MR അജിത് കുമാറിനെതിരെ തൽക്കാലം ഒരു നടപടിയുമില്ല. ഇവിടെ CPIയുടെ നിലപാടും അദ്ദേഹം തള്ളിക്കളയുകയാണ് ചെയ്തത്. ആദ്യം മുഖ്യമന്ത്രി MR അജിത് കുമാറിനെതിരെയും P ശശിക്കെതിരെയും ഒരു നടപടിയും ഇല്ല എന്ന് വിശദീകരിച്ച ഭാഗം കേൾക്കാം. അദ്ദേഹം CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. അജിത് കുമാർ അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറക്ക് അതിന്മേൽ യുക്തമായ തീരുമാനവും കഴിക്കും. ഒരു കാര്യം വ്യക്തമായി പറയാം, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും നിയോഗിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ സംഘടനാ നേതാവിനെയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കൂടിക്കാഴ്ചയാണെങ്കിൽ നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസൃതമായ നടപടിയുണ്ടാകും. അത് അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം ഉണ്ടാകേണ്ട തീരുമാനമാണ്. രാഷ്ട്രീയമായ നയത്തിന് വിരുദ്ധമായാണ് MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് എന്ന CPIയുടെ വിമർശനത്തെ പോലും ഇവിടെ തള്ളിക്കളയുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. അങ്ങനെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറയുന്നത്. അത് DGPയുടെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കും. അതേസമയം PV അൻവറിനെതിരെ ശക്തമായ വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. ഒരു വേള അദ്ദേഹം കോൺഗ്രസിന്റെ വഴിയിലായിരുന്നു എന്നുള്ള കാര്യവും ഓർമ്മപ്പെടുത്തുകയുണ്ടായി മുഖ്യമന്ത്രി. സ്വർണ്ണക്കടത്ത് ഹവാല സംഘങ്ങൾക്ക് വേണ്ടിയാണോ അൻവറിന്റെ നീക്കമെന്ന സംശയവും മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുകയുണ്ടായി. CPM പാർലമെന്ററി പാർട്ടി അംഗമായ അൻവർ പരാതിയുണ്ടെങ്കിൽ ആദ്യം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമായിരുന്നു. സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നത് പൊതുപ്രവർത്തകർക്ക് ചേർന്നതല്ലെന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലം ഇല്ലെന്നും വന്ന വഴി കോൺഗ്രസിന്റേതാണെന്നും മുഖ്യമന്ത്രിയുടെ കടുത്ത ഭാഷയിലുള്ള വിമർശനം. അൻവർ പരാതി തന്നു. പോലീസ് മേധാവിയുടെ പരാതി തരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പരസ്യമായി ചാനലുകളിൽ ദിവസങ്ങളോളം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ഒരു ദിവസം പറഞ്ഞു, പിറ്റേ ദിവസവും പറഞ്ഞു, അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കുകയുണ്ടായി. ഇവിടെ കാണേണ്ട ഒരു വസ്തുത, അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിന്റെ അവസാന ഭാഗങ്ങളിലാണ് കടുത്ത ഭാഷയിൽ PV അൻവറിനെ വിമർശിച്ചത്. അതുപോലെ തന്നെ ADGPക്കെതിരെയും P ശശിക്കെതിരെയും ഒരു നടപടിയുമില്ല. ADGPക്കെതിരെ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നടപടി എടുക്കണോ എന്ന കാര്യത്തിൽ ഒരു ആലോചനയെങ്കിലും ഉണ്ടാകും. പക്ഷേ P ശശിയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള അന്വേഷണവും ഇല്ല എന്നും മാതൃകാപരമായി തന്നെയാണ് P ശശി തന്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്നതെന്നുമുള്ള ക്ലീൻ ചിറ്റ് തന്നെയാണ് മുഖ്യമന്ത്രി നൽകിയത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, ശരിക്കും ഈ വയനാട് ദുരിതാശ്വാസത്തിലെ കണക്കുകൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചതെങ്കിലും ഈ വാർത്താ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി മാറിയത് ADGPക്കെതിരെയും P ശശിക്കെതിരെയും നടപടിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയാണല്ലോ. ഇതിപ്പോൾ
തന്റെ നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും നേരത്തെ LDF യോഗത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചിട്ടുള്ളതാണ്. ഇതിൽ എത്ര തന്നെ വിമർശനങ്ങൾ ഉണ്ടായാലും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണല്ലോ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. മഞ്ജുഷ, വയനാട് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി മാറ്റിവെച്ചത്, അവിടെ മാധ്യമങ്ങളെ വിമർശിക്കാൻ മാറ്റിവെച്ചത് ഏതാണ്ട് 1 മണിക്കൂറാണ്. പക്ഷേ അതിനുശേഷവും പതിവിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം മുഴുവൻ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ തയ്യാറായി തന്നെയാണ്, മുഴുവൻ വിവാദങ്ങൾക്കും മറുപടി പറയാൻ തയ്യാറായി തന്നെയാണ് വന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പിന്നീടുള്ള 46 മിനിറ്റോളം ഈ കോൺഫറൻസ് ഹാളിൽ തുടർന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ആഭ്യന്തര വകുപ്പിലെ പ്രധാനിയായ ADGP MR അജിത്കുമാറിനും എന്ന നിലയിൽ അല്ലെങ്കിൽ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് PV അൻവർ നടത്തിയ നീക്കങ്ങൾ പൂർണ്ണമായും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിരുന്നുവെന്ന് വ്യക്തമാണ്. ആ നീക്കങ്ങൾക്കുള്ള മറുപടിയാണ് പ്രത്യാക്രമണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നടത്തിയത്. PV അൻവറിനെ സംശയം നിർത്തിയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. PV അൻവറിന്റെ ഉദ്ദേശം, അദ്ദേഹത്തിന്റെ ലക്ഷ്യം ശരിയല്ല, അദ്ദേഹത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ശരിയായ ആളുകളല്ല, നല്ല ഉദ്ദേശമുള്ള ആളുകളല്ല എന്ന് പറഞ്ഞുകൊണ്ട് PV അൻവർ എന്ന തന്റെ ഓഫീസിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച ഇടത് MLA CPM നിയമസഭാ കക്ഷി അംഗമായ നിലമ്പൂർ MLA സംശയത്തിൽ നിർത്തിയാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം നടത്തി മടങ്ങിയത്. അതായത് അദ്ദേഹം അത് പറഞ്ഞു തുടങ്ങിയത് കുറ്റവാളികളെ മഹത്വവൽക്കരിക്കരുത്, അവിടെ മാധ്യമങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ആ വിമർശനം ഉന്നയിച്ചതെങ്കിലും കുറ്റവാളികളെ മഹത്വവൽക്കരിക്കരുത്. അദ്ദേഹം കൃത്യമായി കഴിഞ്ഞ 3 വർഷം കൊണ്ട് പോലീസ് സ്വർണം പിടിക്കുന്നു എന്ന ആരോപണം ശക്തമാണ്. അത് കസ്റ്റംസ് ചെയ്യേണ്ട ജോലി പോലീസ് ഏറ്റെടുക്കുന്നു, അവിടെ സ്വർണം പൊട്ടിക്കൽ നടത്തുന്നു എന്ന ആരോപണമുണ്ട്. അവിടെ കഴിഞ്ഞ 3 വർഷമായി 147.79 കിലോ സ്വർണം സംസ്ഥാനത്ത് പിടികൂടി. അതിലും വലിയൊരു അളവ്, അതിൽ ഭൂരിപക്ഷവും പിടികൂടിയത് മലപ്പുറത്താണ്. ഹവാല പണം കഴിഞ്ഞ 3 വർഷത്തിൽ പിടികൂടി ഏറ്റവും വലിയ തുക മലപ്പുറത്താണ്. അങ്ങനെ സ്വർണ്ണക്കടത്ത്, ഹവാല ഇടപാടുകൾക്ക് ഉള്ള മലപ്പുറം ബന്ധം ആരോപിച്ചുകൊണ്ട് അതിന്റെ കണക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അൻവറിന് പരോക്ഷ വിമർശനം മുഖ്യമന്ത്രി നടത്തിയത്. സ്വർണവും ഹവാല പണവും കടത്തുന്നവരെ ശക്തമായി നേരിടും, അതിൽ നിന്ന് ഒരു തരത്തിലും പിന്മാറാൻ കഴിയില്ല, അതിൽ നിന്ന് പോലീസിനെ പിന്മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അത് നടക്കില്ല. ഇവിടെ പൂർണ്ണമായിട്ടും പോലീസിനെ ന്യായീകരിക്കുക തന്നെയാണല്ലോ മുഖ്യമന്ത്രി ചെയ്തത്. അത് മുഖ്യമന്ത്രിയുടെ ഒരു വാക്ക് തന്നെ ഉണ്ടായിരുന്നു, പോലീസിന്റെ മനോവീര്യം കെടുത്തുവാൻ അനുവദിക്കില്ല എന്ന്. അതിൽ അൻവറിനെതിരെയുള്ള മുഴുവൻ വിമർശനവും ഉൾക്കൊണ്ടിട്ടുമുണ്ടല്ലോ. അൻവർ പോലീസിനെതിരെയാണ് പറഞ്ഞത്. കാരണം കസ്റ്റംസ് പിടിക്കേണ്ട സ്വർണം വെളിയിൽ വെച്ച് പോലീസ് പിടിക്കുകയാണ്, അങ്ങനെ ഒരു നെക്സസ് പ്രവർത്തിക്കുന്നു, സ്വർണം പൊട്ടിക്കൽ നടക്കുന്നു എന്നൊക്കെ. ഇതിനെയൊക്കെ മുഖ്യമന്ത്രി തള്ളിക്കളയുന്ന രീതിയിൽ തന്നെയല്ലേ ഈ കാര്യങ്ങൾ പറഞ്ഞത്. മുഖ്യമന്ത്രി ഈ അന്വേഷണം നടക്കുമെന്ന് പറയുമ്പോഴും ഇനിയിപ്പോൾ ഈ DGP നടത്തുന്ന അന്വേഷണത്തിൽ വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ലല്ലോ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇന്ന് കേൾക്കുമ്പോൾ. മനുഷ്യ അൻവറിനെ തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല, അൻവറിനെ സംശയത്തിൽ നിർത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. അതായത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ കുറേ നാളുകളായി CPM അണികളുടെ സൈബർ ഗ്രൂപ്പുകൾ, ഒരു കാലത്ത് P ജയരാജൻ എന്ന CPMന്റെ കണ്ണൂരിലെ ശക്തനായ നേതാവിനെ കൊണ്ടു നടന്നതുപോലെ CPM സൈബർ കൂട്ടങ്ങൾ, സൈബർ സംഘങ്ങൾ ഇപ്പോൾ PV അൻവറിനെയാണ് അങ്ങനെ ഉയർത്തിക്കാട്ടി നടക്കുന്നത്. CPI ശുദ്ധീകരിക്കാമെന്ന ഒരു വലിയ ശക്തിയായി അൻവറിനെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ അൻവറിന്റെ ലക്ഷ്യങ്ങൾ ശരിയല്ല, അൻവറിന് പിന്നുള്ളവർ ഇത്തരം സംശയം നിലനിർത്തുന്ന ഒരു നീക്കമാണ് മുഖ്യമന്ത്രി നടത്തിയത്. അൻവറിന്റെ പിന്നിൽ ഇത്തരം ആളുകളുണ്ടോ എന്ന സംശയമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ. ഞാൻ ചോദിച്ചു, അങ്ങിപ്പോൾ പറഞ്ഞു വരുന്നത് PV അൻവർ സ്വർണ്ണക്കടത്തുകാരുടെയും ഹവാലക്കാരുടെയും പടക്കാരുടെയും വക്കാലത്ത് ഏറ്റെടുത്ത് വരുന്നയാളാണോ എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി അത് പൂർണ്ണമായും തള്ളുകയല്ല. അദ്ദേഹം പറഞ്ഞത്, ഞാൻ അങ്ങനെ പറയുന്നില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമെന്നുള്ളതാണ്. അതായത് അത്തരമൊരു ആരോപണത്തെ, അത്തരമൊരു വ്യാഖ്യാനത്തെ മുഖ്യമന്ത്രി തള്ളുന്നില്ല, എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ചോളൂ, താനത് പറയുന്നില്ല. PV അൻവറിന്റെ പശ്ചാത്തലം ഇടത് പശ്ചാത്തലമല്ല, കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമല്ല, കോൺഗ്രസ് പശ്ചാത്തലമാണ്. അൻവർ വന്നത് കോൺഗ്രസിന്റെ വഴിയാണ്, അതും മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് PV അൻവറിനെ CPM അണികൾക്ക്, CPM പ്രവർത്തകർക്ക് എടുത്തുയർത്താവുന്ന ഒരു വിഗ്രഹമല്ല PV അൻവർ എന്ന് പറഞ്ഞുകൊണ്ട് PV അൻവറിനെ CPM ൽ നിന്ന് ആരെങ്കിലും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും PV അൻവറിനെ മുൻനിർത്തി CPM ൽ മുഖ്യമന്ത്രിക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു മുന്നറിയിപ്പായി, ഒരു മറുപടിയായി അരുണിനെ അവശേഷിക്കുന്ന ഒറ്റ കാര്യം മാത്രമാണല്ലോ. ഇപ്പോൾ MR അജിത് കുമാറിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമെങ്കിൽ തന്നെ അത് ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലെ ആ അന്വേഷണം, അതിന്റെ റിപ്പോർട്ട് എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കുമല്ലോ. അതാണല്ലോ മുഖ്യമന്ത്രി ബാക്കി ഇപ്പോൾ ഈ MR അജിത് കുമാറിനെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, അതിന്റെ ഒരു 3/4 പങ്കും, അതിലൊരു 90% മുഖ്യമന്ത്രി തള്ളിക്കളയുന്ന രീതിയിലാണ് സംസാരിച്ചത്. RSS നേതാക്കളെ കണ്ട വിഷയത്തിൽ പോലും തന്റെ അറിവോടെയല്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പരോക്ഷമാണെങ്കിലും ആയിട്ടാണെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. അത് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലുണ്ട്, വാക്കുകൾക്കിടയിലൂടെ. അത് മാത്രമല്ല, ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമല്ലാതെ
പോയി കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം പറയുമ്പോൾ അതിലും ഒരു ക്ലീൻ ചിറ്റിന്റെ രൂപം തന്നെയല്ലേ വന്നിരിക്കുന്നത് എം.ആർ. അജിത് കുമാറിന് അനുകൂലമായിട്ട് അരുൺ. അല്ലാതെ CPI നേതാക്കൾ പറയുന്നത് പോലെ അല്ലല്ലോ കാര്യങ്ങൾ. എം.ആർ. അജിത് കുമാർ RS നേതാക്കളെ കണ്ടത് രാഷ്ട്രീയ ദൂതുമായല്ല, അങ്ങനെ രാഷ്ട്രീയ ദൂതുമായി ഉദ്യോഗസ്ഥരയക്കുന്ന ചരിത്രം തങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആരോപണത്തെ മുഖ്യമന്ത്രി തള്ളിയത്. പക്ഷേ വ്യക്തിപരമായി കണ്ടിട്ടുണ്ടെങ്കിൽ അത് നടപടി ഉണ്ടാകുമോ എന്ന കാര്യം മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞില്ല. അന്വേഷണ റിപ്പോർട്ട് വരുന്നവരെ കാത്തിരിക്കണം. അതായത് വ്യക്തിപരമായ ഉദ്യോഗസ്ഥൻ RS നേതാവിനെ കാണുന്നതിൽ സർക്കാർ സ്വാഭാവിക നടപടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ ഇത് താൻ അറിഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഇതിൽ പറഞ്ഞിട്ടില്ലല്ലോ. ഈ RSS നേതാക്കളെ കണ്ട കാര്യം അത് ഇന്റലിജൻസ് റിപ്പോർട്ട് വഴി മുഖ്യമന്ത്രി അറിഞ്ഞോ അറിഞ്ഞില്ലയോ അങ്ങനെ ഒരു ചോദ്യം മുഖ്യമന്ത്രിക്ക് നേരെ വന്നില്ലേ? അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ലേ വാർത്താ സമ്മേളനത്തിനിടയിൽ? അത്തരമൊരു ചോദ്യം ഉണ്ടായില്ല. അത് അദ്ദേഹം വ്യക്തമായി പറഞ്ഞതുമില്ല. അന്വേഷണം നടക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. അജിത് കുമാറിനെതിരെയുള്ള കാര്യത്തിൽ അന്വേഷണം നടക്കുന്നു. വ്യക്തിപരമായി കണ്ടാൽ നടപടി എടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട്. സ്വാഭാവികമായി അജിത് കുമാറിനെതിരെ അത്തരമൊരു നടപടി ഉണ്ടാകില്ല എന്ന സൂചനയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. അത് DGPയുടെ അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. പൂരം കലക്കലാണ് മറ്റു പ്രധാനപ്പെട്ട ആരോപണം എം.ആർ. അജിത് കുമാറിനെതിരെ ഉയർന്നത്. പക്ഷേ അത് നേരത്തെ തന്നെ എം.ആർ. അജിത് കുമാർ അന്വേഷിക്കുന്ന ഒരു കേസാണ്. അത് 24-ാം തീയതിക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി കർശനമായി ആവശ്യപ്പെട്ട് അദ്ദേഹം പറയുന്നു. അവിടെ ഒരു കാര്യമുള്ളൂ. ഈ തൃശൂർ പൂരം കലക്കിയതിനെ കുറിച്ചുള്ള അന്വേഷണം അത് വൈകി എന്നുള്ള കാര്യം മുഖ്യമന്ത്രി സമ്മതിക്കുകയല്ലേ ഉണ്ടായത്? 24-ലേക്ക് സമയം നീട്ടി നൽകിയത് ഒരാഴ്ച മുൻപ് ഒരു കടലാസ് തന്റെ ഓഫീസിൽ കിട്ടി. അതിൽ അന്വേഷണം കുറച്ചുകൂടി നീട്ടണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് അംഗീകരിച്ചുകൊണ്ടാണ് 24 വരെ സമയം നൽകിയിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. അപ്പോൾ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയുന്നത് എന്ന പോലെ ആയിപ്പോയില്ലേ മുഖ്യമന്ത്രിയുടെ മറുപടി? ഇത്രയും നീളുവാൻ, ഈ പൂരം കലക്കിയതിനെ കുറിച്ചുള്ള അന്വേഷണം ഇത്രയും നീളുവാനുള്ള കാരണം എന്താ എന്നുള്ള കാര്യം ഇപ്പോഴും ദുരൂഹമാണല്ലോ. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് നേരത്തെ ലഭിക്കേണ്ടതായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഒരാഴ്ച മുമ്പാണ് കൂടുതൽ സമയം വേണമെന്ന ഒരു കടലാസ് തനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് 24-ാം തീയതിക്കുള്ളിൽ തരണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അജിത് കുമാർ തന്നെയാണ് അത് അന്വേഷിക്കുന്നത്. അതാണ് മഞ്ജുഷ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് ഈ ആരോപണം ഉയർന്നപ്പോൾ അത് അന്വേഷിക്കാൻ, പൂരം പോലീസ് ഇടപെട്ട് കലക്കിയെന്ന ആരോപണം അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയത് ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP എം.ആർ. അജിത് കുമാറിനെയാണ്. എന്നാൽ പിന്നീടാണ് ആ ആരോപണത്തിന്റെ ചിത്രം തന്നെ മാറുന്നത്. എം.ആർ. അജിത് കുമാറാണ് പൂരം കലക്കലിന് പിന്നിലെന്ന ആരോപണവുമായി പ്രതിപക്ഷം മുന്നോട്ട് വരുന്നു. CPI അടക്കമുള്ള ഘടകകക്ഷികൾ, അവിടെ മത്സരിച്ച CPIയുടെ സ്ഥാനാർത്ഥി സുനിൽകുമാർ അടക്കമുള്ളവർ രംഗത്ത് വരുന്നു. CPI കടുത്ത അതൃപ്തി അക്കാര്യത്തിൽ അറിയിക്കുന്നു. അവിടെ ഇപ്പോൾ അന്വേഷിക്കുന്നതും അജിത് കുമാർ തന്നെയാണ്. ആ റിപ്പോർട്ട് കൊടുക്കേണ്ടതും അജിത് കുമാർ തന്നെയാണ്. ഒരാഴ്ച വൈകിയെങ്കിലും ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് 24-ാം തീയതിക്ക് മുമ്പ് ലഭിക്കുമായിരിക്കും. പക്ഷെ അപ്പോഴും എങ്ങനെയാണ് അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണത്തിൽ അദ്ദേഹം ഒരു റിപ്പോർട്ട് കൊടുക്കുക? എങ്ങനെയാണ് അജിത് കുമാറിനെതിരെ കൂടി ഉയർന്ന ആരോപണത്തിൽ പോലീസിന്റെ ഇടപെടലുകൾ അദ്ദേഹം റിപ്പോർട്ട് നൽകുക? അങ്ങനെയെങ്കിലും നടപടി ഉണ്ടാകുമെന്ന ചോദ്യമൊക്കെ അവിടെ അവശേഷിക്കുന്നു. RS നേതാവിനെ രാഷ്ട്രദൂതുമായല്ല അജിത് കുമാർ കണ്ടത്. അങ്ങനെ വരുമ്പോൾ സ്വകാര്യമായ ഒരു സ്വകാര്യ സന്ദർശനത്തിന്, വ്യക്തിപരമായി യൂണിഫോമിലല്ലാതെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു RS നേതാവിനെ കണ്ടാൽ നടപടിയെടുക്കാൻ ഇന്ത്യൻ സർവീസ് ചട്ടങ്ങൾ അനുവദിക്കുന്നുണ്ടോ എന്ന ചോദ്യം അവിടെ ഉയർന്നു വരും. അവിടെയും ഇല്ല എന്ന മറുപടിയാകും ഉണ്ടാകുക. അങ്ങനെയെങ്കിൽ അജിത് കുമാറിന് എതിരെ നടപടി അത്ര എളുപ്പമല്ല. അത് ബിനോയ് വിശ്വമല്ല. ഇനി ആരാവശ്യപ്പെട്ടാലും, MV ഗോവിന്ദൻ CPI സംസ്ഥാന സെക്രട്ടറി തന്നെ ആവശ്യപ്പെട്ടാലും ആഗ്രഹിച്ചാലും അങ്ങനെ നടപടി ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന ഒരു ശരിയാണ് അരുൺ. എന്തായാലും തന്റെ നിലപാടാണ് ശരി എന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അത് ആര് പരാതി പറഞ്ഞാലും എന്നതിൽ അത് CPIയുടെ പരാതി പോലും ഉൾപ്പെടുന്നുണ്ട്. PV അൻവറിന്റെ മാത്രമല്ല. PV അൻവറിനെ ഇക്കാര്യത്തിൽ അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒപ്പം നടന്ന ഒരാളല്ല PV അൻവർ എന്ന് അദ്ദേഹത്തിന്റെ ഭൂതകാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ വഴിയായിരുന്നു PV അൻവറിന്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ എന്നും ഇന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. PV അൻവർ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ അദ്ദേഹം മാധ്യമങ്ങളുമായി സംസാരിച്ചപ്പോൾ P. ശശിക്കും അതുപോലെ തന്നെ M.R. അജിത് കുമാറിനുമെതിരെ ശക്തമായ വിമർശനം ആവർത്തിക്കുകയാണ് ഉണ്ടായത്. M.R. അജിത് കുമാറിനെതിരെ നേരത്തെ ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു. അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് P. ശശിയാണ് എന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു. P. ശശിക്ക് വേറെ അജണ്ടയുണ്ടെന്നും മുന്നണിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് P. ശശി എന്നുമുള്ള കാര്യം PV അൻവർ പറഞ്ഞിരുന്നു. ഇതെല്ലാം അൻവർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് മുൻപാണ്. ADGPക്കെതിരെ പ്രധാനമായ ഒരു ആരോപണം അൻവർ ഉന്നയിച്ചത് സോളാർ കേസ് പണം വാങ്ങി അട്ടിമറിച്ചു എന്നുള്ളതാണ്. കൈക്കൂലി പണം കൊണ്ട് അജിത് കുമാർ തിരുവനന്തപുരത്തെ പട്ടത്ത് ഫ്ളാറ്റ് വാങ്ങി എന്നുള്ള കാര്യവും
PV അൻവർ പറയുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ട് മുൻപായിരുന്നു അൻവറിന്റെ ഈ പ്രതികരണം. അതുകൂടി കേൾക്കാം. ആ പൂരം കലക്കാൻ ഒരു സാധാ പോലീസ് ഓഫീസർക്ക് വരുമോ? അപ്പൊ ആരാ അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്? എങ്ങനെയാണ് അത് കലക്കേണ്ടതെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് ആക്ടിവിറ്റിയാണല്ലോ പൂരവുമായി ബന്ധപ്പെട്ടത്. വെറും ചെണ്ടകൊട്ടൽ മാത്രമല്ലല്ലോ തൃശ്ശൂർ പൂരം. ഓരോന്നും എങ്ങനെ സുരേഷ് ഗോപി അവിടെ എത്തുന്നത്? ബഹുമാനപ്പെട്ട രാജൻ മിനിസ്റ്റർ അടക്കമുണ്ടായി ഇടപെട്ടിട്ട്, ഒരു മന്ത്രി ഉൾപ്പെടെ ഇടപെട്ടിട്ട് ഒരു വിട്ടുവീഴ്ചയൊക്കെ തയ്യാറാകാത്ത പോലീസ് ഓഫീസർ സുരേഷ് ഗോപി വരുമ്പോൾ ഈ ചിത്രം തന്നെ മാറും. അപ്പൊ അത് കലക്കിയതല്ല, കലക്കിച്ചതല്ലേ. ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിലൂടെ അദ്ദേഹം ഒരുപാട് സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇപ്പം നിങ്ങൾ തന്നെ നേരിട്ട് പോയി ഞാൻ പറഞ്ഞ കാര്യത്തിൽ കണ്ടെത്തിയത് കവടയാറിലെ കൊട്ടാര സമാനമായ വീടാണ്. എങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ ഇവിടെ സ്വത്ത് സമ്പാദിക്കുന്നത്, എങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നത് എന്നതിൻ്റെ നേർരേഖയാണ് എൻ്റെ കയ്യിലുള്ളത്. അന്നത്തെ ആ ഫ്ലാറ്റിൻ്റെ വില എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ 55 തൊട്ട് 65 ലക്ഷം രൂപയാണ്. അതാണ് ഒരു വൈറ്റ് മണി ഉള്ള ഒരാളെ കണ്ടെത്തി അവർക്ക് 33 ലക്ഷം രൂപക്ക് വാങ്ങുന്നതായി റെക്കോർഡ് ഉണ്ടാക്കുന്നു. സർക്കാരിലേക്ക് അതിൻ്റെ ഫീസ് അടക്കുന്നു. അത് കഴിഞ്ഞ് 62 ലക്ഷം രൂപക്ക് 100% പ്രോഫിറ്റ് 10 ദിവസം നിൽക്കുന്നു. ഇതെവിടെയും നടക്കുമോ? ലോകത്തെവിടെയെങ്കിലും നടക്കുമോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഫ്ലാറ്റുകാർ ഇനി ഇത് വെറുതെ കൊടുത്താണോ, ഈ കൈക്കൂലി പണം കൊണ്ട് വാങ്ങിയതാണോ? ഇതൊക്കെ വിജിലൻസ് അന്വേഷിക്കട്ടെ. കൈക്കൂലി സോളാർ കേസിൽ വയറ് നിറയെ അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളത് 1000% ഉറപ്പാണ്. പോലീസിൽ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ കാലത്തും. പക്ഷെ അവരെ ഒതുക്കി നിർത്തുക, അവരെ കൺട്രോൾ ചെയ്യുക എന്നതാണ് ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്തമാണ് ഇവിടെ നിർവഹിക്കപ്പെടാതെ പോയത്. ആ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടാതെ പോയത് കൊണ്ടാണ് ഈ ഒരു പരിതസ്ഥിതിയിലേക്ക് പോലീസുകാരന് ആകെ അപമാനം സഹിക്കേണ്ട ഗതികളിലേക്ക് എത്തിയത്. അതിന് ഈ പാർട്ടിയും ഈ ഗവൺമെന്റും സമാധാനം പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ 100% അദ്ദേഹത്തിൻ്റെ നിരുത്തരവാദിത്തമാണ്. ഇറസ്പോൺസിബിലിറ്റി. അങ്ങനെ ഇറസ്പോൺസിബിളായ ഒരാളെ അവിടെ വെക്കുന്നത് ശരിയാണോ എന്നതാണ് ഞാൻ ഉന്നയിക്കുന്ന ഒരു മറ്റൊരു. PV അൻവർ ഇക്കാര്യങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് മുൻപാണ്. പക്ഷേ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി PV അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. അൻവറിന് ഇടതുപക്ഷ രാഷ്ട്രീയമല്ല എന്ന് പോലും ഒരു വേള മുഖ്യമന്ത്രി പറയുകയുണ്ടായി. കോൺഗ്രസിന്റെ വഴിയാണ് PV അൻവറിന് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി പറഞ്ഞു. ഫോൺ റെക്കോർഡ് ചെയ്തത് അത് നിയമപരമായ കാര്യമല്ല എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ CV അനുമോദ് മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. അടുത്ത രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കാതോർക്കുന്നത് മലപ്പുറത്ത് നിന്നാണ്. അൻവറിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? അനുമോദ്, PV അൻവർ മാധ്യമങ്ങളെ കാണുമോ? അങ്ങനെ എന്തെങ്കിലും സൂചന അദ്ദേഹം നൽകിയിട്ടുണ്ടോ? മഞ്ജുഷ, PV അൻവർ ഇപ്പോൾ മലപ്പുറത്തില്ല. അദ്ദേഹം തൃശ്ശൂരിലോ ഷൊർണൂരിലോ ആണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അന്വേഷണ സംഘത്തിന് കൂടുതൽ വിവരങ്ങൾ കൈമാറാൻ അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ പോയി എന്നാണ് നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം നിലവിൽ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലുണ്ട് എന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ അവിടെ നിന്നോ അതല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നോ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഈ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം അദ്ദേഹത്തോട് നമുക്ക് പ്രതികരണം തേടുവാൻ സാധിച്ചിട്ടില്ല. ഇതുവരേക്കും അദ്ദേഹം ഫോണിൽ ലഭ്യമായിട്ടില്ല. എന്നാണെങ്കിലും ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ട് PV അൻവറിന് വലിയ തിരിച്ചടി നൽകുന്ന മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ കൂടി ADGPയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയല്ല, ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തുകയാണ് PV അൻവർ ചെയ്തത്. P ശശിക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ, വലിയ ആരോപണങ്ങൾ അദ്ദേഹത്തിന് പൂർണ്ണമായും തള്ളി പറഞ്ഞുകൊണ്ടും പാർട്ടിയെയും അതേപോലെ തന്നെ അദ്ദേഹം വിശ്വസിക്കുന്നവരെയും പറ്റിക്കുന്ന തരത്തിലേക്ക് P ശശി പ്രവർത്തിക്കുന്നുവെന്ന വളരെ ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെയാണ് അദ്ദേഹം ഉന്നയിച്ചത്. എന്നാൽ മണിക്കൂറുകൾക്കകം മുഖ്യമന്ത്രി ഇതിനെല്ലാം തന്നെ തള്ളിക്കളഞ്ഞു. PV അൻവർ MLA കഴിഞ്ഞ 2-3 ആഴ്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആക്ഷേപങ്ങളെയും, എല്ലാ ആരോപണങ്ങളെയും, പരാതികളെയും ഒക്കെ തള്ളിക്കളയുന്ന തരത്തിലേക്കാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുള്ള പ്രതികരണം വന്നിരിക്കുന്നത്. അദ്ദേഹം ഏറ്റവും അധികം വലിയ ഒരു ആക്ഷേപമായിട്ട് ഉന്നയിച്ചിരുന്നത് ADGPക്കെതിരായിട്ടുള്ള
അനധികൃത സ്വത്ത് സമ്പാദനവും അതിനെ തുടർന്നുള്ള സ്വർണ്ണ കടത്ത് കേസുമാണ്. അതായത് പോലീസ് സ്വർണം പിടികൂടി അത് പങ്കിട്ടെടുക്കുന്നു എന്ന ഗുരുതരമായ ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിച്ചത്. മുൻ SP മലപ്പുറം മുൻ SP സുജിത് ദാസിന്റെ എതിരെയായിരുന്നു. ഈ സുജിത് ദാസും ADGP അജിത് കുമാറും ചേർന്നായിരുന്നു ഇത്തരത്തിലുള്ള നടപടികളെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. എന്നാൽ അത് പൂർണ്ണമായും മുഖ്യമന്ത്രി തള്ളിക്കളയുന്ന തരത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അത് പോലീസിന്റെ മനോവീര്യം തകർക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകരുത്, കുറ്റവാളികളെ മഹത്വവൽക്കരിക്കരുത്. അതായത് PV അൻവർ ഈ പോലീസ് വേട്ടയാടുന്നുവെന്ന് പറഞ്ഞ് പല മാധ്യമങ്ങളിലും കൊണ്ടുവന്നവർക്ക് എല്ലാം അത്തരത്തിലുള്ള നടപടികൾക്കെല്ലാം ഉള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് കുറ്റവാളികളെ മഹത്വവൽക്കരിക്കരുതെന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്താണെങ്കിലും PV അൻവർ MLA സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. മുഖ്യമന്ത്രി നേരിട്ട് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ തള്ളിക്കളയുന്ന സാഹചര്യം. അൻവറിന്റെ പാരമ്പര്യം കോൺഗ്രസ് പാരമ്പര്യമാണെന്ന് ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം പാർട്ടി മെമ്പറല്ല, അല്ലെങ്കിൽ പാർട്ടിയുടെ നിയന്ത്രണത്തിലല്ല. പാർട്ടിക്കാർ അദ്ദേഹത്തെ ബിംബവൽക്കരിച്ച് കൊണ്ടു നടക്കുന്നതിനെയും പരോക്ഷമായിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി വിമർശിക്കുകയാണ്, അല്ലെങ്കിൽ തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാണെങ്കിലും ഇനി രാഷ്ട്രീയമായിട്ട് അൻവർ എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് പ്രസക്തം. ശരിയാണ്, അനുമതി ശരിയാണ്. പക്ഷേ അൻവറിനെ ഫോണിൽ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയാൻ പറ്റുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ആ പ്രതികരണം അതിനിർണായകമായിരിക്കും. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി PV അൻവർ ഉന്നയിച്ച പോലീസിനെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇനി അൻവറിന്റെ പ്രതികരണത്തിനാണ് പ്രസക്തിയുള്ളത്. അതുമാത്രമല്ല, ഈ സ്വർണ്ണക്കടത്ത് പ്രതിപാദിച്ച സമയത്ത് PV അൻവറിന് അതിൽ അത്തരം ഇടപാടുകാരുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളും മുഖ്യമന്ത്രി പറയുകയുണ്ട്. അതുകൊണ്ട് തന്നെ PV അൻവർ ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞേ തീരൂ. അതുപോലെ തന്നെ വ്യക്തിവിരോധം തീർക്കുന്ന രീതിയിലാണ് P ശശിക്കെതിരെയുള്ള ആരോപണം എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഇതിനും അൻവർ മറുപടി പറയേണ്ടി വരും. എന്തായാലും PV അൻവറിന്റെ പ്രതികരണം അതിപ്രധാനമായി മാറുകയാണ്. ഇന്ന് ADGPക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ അൻവർ ഒരു ഫ്ളാറ്റിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. അത് തിരുവനന്തപുരത്ത് MR അജിത് കുമാർ വാങ്ങിയ ഫ്ളാറ്റാണ്. ഞങ്ങളുടെ പ്രതിനിധി VV അരുൺ അതേ സ്ഥലത്ത് നിന്ന് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്, അത് കാണാം. അൻവർ അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ച പട്ടം കുറംകോണത്തെ ഫ്ളാറ്റാണിത്. കുറംകോണത്തെ കോണ്ടോർ ഡാഫോഡിൽസ് എന്ന ഫ്ളാറ്റ്. ഈ ഫ്ളാറ്റ് അജിത് കുമാർ ക്രിമിനൽ ആക്ടിവിറ്റിയിലൂടെ നിരവധി സ്വത്തുകൾ സമ്പാദിച്ച തെളിവായി PV അൻവർ ചൂണ്ടിക്കാണിച്ചതാണ്. ഇന്ന് ആരോപണം ഉന്നയിച്ചതാണ്. എങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ തെളിവ് തന്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിവരം ഇന്ന് PV അൻവർ പുറത്തുവിട്ടത്. സോളാർ കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ വലിയൊരു തുക അജിത് കുമാർ കൈപ്പറ്റി. നേരത്തെ സോളാർ കേസ് അട്ടിമറിക്കാൻ അജിത് കുമാർ കൂട്ടുനിന്നുവെന്ന് അൻവർ ആരോപിച്ചിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലെ ആരോപണങ്ങൾ. 2016 ഫെബ്രുവരി 19 ഒരു ഫ്ളാറ്റ് അജിത് കുമാർ വാങ്ങി. 10 ദിവസം കഴിഞ്ഞ് അത് മറിച്ചു വിറ്റു. 33,08,000 രൂപയ്ക്കാണ് ഫ്ളാറ്റ് വാങ്ങിയത്. പിന്നീട് 65 ലക്ഷത്തിന് മറിച്ചു വിറ്റു എന്ന ആരോപണമാണ് PV അൻവർ ഉന്നയിച്ചത്. ആ ഫ്ളാറ്റാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ഉള്ളത്. കുറവൻകോണത്തെ കോണ്ടോർ ഡാഫോഡിൽസ് എന്ന ഫ്ളാറ്റ്. ഈ ഫ്ളാറ്റ് വാങ്ങി 10 ദിവസത്തിന് ശേഷം അജിത് കുമാർ മറിച്ചു വിറ്റു എന്ന ആരോപണമാണ് ഇപ്പോൾ PV അൻവർ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളിലും അത് വ്യക്തമാണ്. അജിത് കുമാർ ഈ ഫ്ളാറ്റ് വാങ്ങിയിരുന്നു. 2016 ഫ്ളാറ്റ് അദ്ദേഹം വാങ്ങിയിരുന്നു. പിന്നീട് അദ്ദേഹം ഇത് മറ്റൊരാൾക്ക് വിറ്റു. ലൈല അശോക് എന്ന ഒരാൾക്ക് വിറ്റു. അവരാണ് ഇപ്പോൾ ഈ ഫ്ളാറ്റിന്റെ ഇപ്പോഴത്തെ ഉടമകളെന്ന് ഈ രേഖകളും വ്യക്തമാക്കുന്നുണ്ട്. ഈ സബ് രജിസ്ട്രാർ ഓഫീസിലെ രേഖകളും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും PV അൻവർ കൂടുതൽ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അതുപോലെ MR അജിത് കുമാറിനുമെതിരെ ഉന്നയിക്കുകയാണ്. അതിന്റെ ഏറ്റവും പുതിയ ആരോപണമാണ് ഇപ്പോൾ അല്പസമയം അദ്ദേഹം പുറത്തുവിട്ടത്. ഈ കോണ്ടോർ ഡാഫോഡിൽസ് ഫ്ളാറ്റ് MR അജിത് കുമാർ വാങ്ങി 10 ദിവസത്തിന് ശേഷം മറിച്ചു വിറ്റു. അതിനുള്ള പണം ലഭിച്ചത് സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട ലഭിച്ച പണമാണ്. സോളാർ കേസ് ഈ കേസ് അട്ടിമറിച്ചതിനുള്ള പ്രതിഫലമായി കിട്ടിയ കേസാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ ഇദ്ദേഹം ഉന്നയിക്കുന്നത്, അൻവർ ഉന്നയിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങൾ നേരത്തെയും കവടിയാറിലെ ഫ്ളാറ്റിന്റെ വിവരമടക്കം ഭൂമിയും വീടും കൊട്ടാര സദൃശ്യമായ വീട് വെക്കുന്നുവെന്ന ആരോപണമടക്കം നേരത്തെ PV അൻവർ പുറത്തുവിട്ടിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ MR അജിത് കുമാറിന് വീണ്ടും ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നത്. പക്ഷേ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞതോടുകൂടി
DGPയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അന്വേഷണം അതിന്റെ ഗതി എന്താകും എന്നുള്ള കാര്യത്തിലും സംശയം നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെ പല ആരോപണങ്ങളും ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വയനാട് ദുരിതാശ്വാസത്തിൽ പുറത്തുവന്ന കണക്കുകളെക്കുറിച്ചാണ്. എസ്റ്റിമേറ്റിലെ കണക്ക് പെരുപ്പിച്ച് കാട്ടിയിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പരമാവധി സഹായം കിട്ടാൻ തയ്യാറാക്കിയതാണ് മെമ്മോറാണ്ടം. മന്ത്രിമാരല്ല, പ്രൊഫഷണലുകളാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയത്. വയനാട്ടിൽ കണക്കാക്കിയ നഷ്ടം 1200 കോടിയിലധികം രൂപയാണ്. പുനർനിർമ്മാണത്തിന് 2200 കോടിയെങ്കിലും വേണമെന്നിരിക്കെ SDRF മാനദണ്ഡങ്ങൾ പ്രകാരം 219 കോടി മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ആവശ്യപ്പെടാൻ കഴിയുക. അർഹമായതുപോലും കിട്ടരുതെന്ന ദുഷ്ടലക്ഷ്യത്തോടെയാണ് കള്ളപ്രചാരണം നടത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന കണക്കിനെ, അതിന്റെ വ്യാഖ്യാനത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി. മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് മന്ത്രിമാരല്ല, അതിനായി പരിശീലനം ലഭിച്ച പ്രൊഫഷണലുകളാണ്. അത് തയ്യാറാക്കുന്നതിന് രാജ്യമാകെ അവലംബിക്കുന്ന ചില രീതികളുണ്ട്. ദുരന്തഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ തയ്യാറാക്കപ്പെടുന്ന മെമ്മോറാണ്ടത്തിൽ പല സാധ്യതകൾ വിലയിരുത്തി വേണം ഓരോ കണക്കുകളും തയ്യാറാക്കാൻ. അത്തരത്തിൽ തയ്യാറാക്കിയ വിവരങ്ങളെയാണ് കള്ളക്കണക്ക് എന്ന് ആക്ഷേപിച്ചത്. SDRFന്റെ വളരെ ഇടുങ്ങിയ മാനദണ്ഡങ്ങളാണ്. ആ മാനദണ്ഡങ്ങൾ പ്രകാരം 219 കോടി രൂപ മാത്രമാണ് സർക്കാരിന് മെമ്മോറാണ്ടത്തിലൂടെ ആവശ്യപ്പെടാൻ സാധിച്ചത്. എന്നാൽ മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ തന്നെ യഥാർത്ഥ നഷ്ടം 1200 കോടി രൂപയിലധികമാണെന്ന് കണക്കാക്കിയിരുന്നു. ഇത് മാത്രമല്ല, ആ ദുരന്ത മേഖലയെ പുനർനിർമ്മിക്കണം. അങ്ങനെ പുനർനിർമ്മിക്കാൻ 2200 കോടിയെങ്കിലും വേണ്ടിവരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അപ്പോഴാണ് 219 കോടി രൂപ മാനദണ്ഡപ്രകാരം സഹായമായി ചോദിച്ചതിനുള്ള വ്യാജ പ്രചരണം വരുന്നത്. വ്യാജ പ്രചാരണം നടത്തിയെന്ന് ആരോപിച്ച് മാധ്യമങ്ങൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തിയത്. നശീകരണ മാധ്യമപ്രവർത്തനം എന്ന വിശേഷണമാണ് മുഖ്യമന്ത്രി ഇതിന് നൽകിയത്. ലോകത്തിന് മുന്നിൽ കേരളം അവഹേളിക്കപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചില മാധ്യമ അജണ്ടകളാണ് ഇവിടെ നടപ്പാക്കിയതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇതൊരു സാധാരണ മാധ്യമ പ്രവർത്തനമല്ല, വിശേഷിപ്പിക്കാവുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനമെന്ന് മാത്രമാണ്. ഈ നശീകരണ മാധ്യമ പ്രവർത്തനം സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ്. തങ്ങളുടെ വിശ്വാസക്കാർക്ക് മാത്രമല്ല, സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് ഇത്തരം ആളുകൾക്ക് ഉണ്ടാവണം. എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ ഇക്കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നില്ല. ചിലവ തെറ്റായ വാർത്ത കൊടുത്തു എന്ന് മനസ്സിലാക്കി തിരുത്തിയിട്ടുണ്ട്. അത്രത്തോളം നല്ലത് തന്നെ. എന്താണ് യഥാർത്ഥ സംഭവമെന്ന് വിശദീകരിച്ചുകൊണ്ട് സർക്കാർ പത്രക്കുറിപ്പ് ഇറക്കി. പക്ഷേ ആദ്യം പറഞ്ഞ വ്യാജ വാർത്തയുടെ പിന്നാലെ എഴയാൻ മാത്രമേ ആ വിശദീകരണത്തിന് കഴിഞ്ഞുള്ളൂ. അതിന്റെ ഫലം എന്താ? കേരളീയരും ഇവിടുത്തെ സർക്കാരും ജനങ്ങളാകെയും ലോകത്തിനു മുന്നിൽ അവഹേളിക്കപ്പെട്ടു. ഒറ്റ ക്ലിക്കിൽ സർവ്വതും നഷ്ടമായവർ, ഒരു കോളിൽ കയ്യിലുള്ളതെല്ലാം ചോർന്നുപോയവർ, ലിങ്കുകളിൽ കുടുങ്ങിപ്പോയവർ, സൈബർ ഇടങ്ങളിൽ കെണിയൊരുക്കി കാത്തിരിക്കുന്നവർ, സൈബർ തട്ടിപ്പുകളുടെ ഉള്ളറകൾ തേടി ന്യൂസ് 18 കേരളം. വലയിൽ വീഴരുത്. കാണുക നാളെ രാവിലെ 10 മുതൽ. മറ്റു വാർത്തകളിലേക്ക്. ഷിരൂരിൽ അർജുന്റെ ലോറി കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഗംഗാവലി പുഴയിൽ നടക്കുന്നത്. ഒരു ലോറി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അത് പക്ഷേ അർജുന്റെ ലോറിയാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. തലകീഴായ നിലയിലാണ് ലോറി. മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മൽപേ നടത്തിയ തെരച്ചിലാണ് ഇങ്ങനെയൊരു ലോറി കണ്ടെത്തിയത്. KV ബൈജു ഉണ്ട് ഷിരൂരിൽ. കൂടുതൽ വിവരങ്ങളുമായി ബൈജു, ഇനി അങ്ങോട്ട് തെരച്ചിൽ അവസാന ഘട്ടത്തിലാണെന്നാണല്ലോ. ഈ ലോറിയുടെ കാര്യം അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞോ?
മനുഷ്യ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു ലോറി കണ്ടെത്തിയിരിക്കുന്നു ഗംഗാവലിപ്പുഴയിൽ നിന്നും. അത് തല കീഴായാണുള്ളത്, ടയർ മുകളിലായി തല കീഴായി നിൽക്കുന്ന നിലയിലാണ് ഉള്ളത്. പക്ഷെ അത് അർജുന്റെ ലോറിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈശ്വർ മൽപ്പ നടത്തിയ തെരച്ചിലാണ് നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്ന് നിർണായകമായ ഒരു ദിവസമാണ് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട്. ഏതായാലും ഇപ്പോൾ ലോറി കണ്ടെത്തി എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈശ്വർ മൽപ്പ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈശ്വർ മൽപ്പയെ സംബന്ധിച്ച് വിവരിക്കുന്നത് AKM അഷ്റഫും തൊട്ടടുത്തതായി തന്നെയുണ്ട്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഒരു ലോറി കണ്ടെത്തിയിരിക്കുന്നു. ഇനി അത് അർജുന്റെ ലോറിയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഈ ലോറി കണ്ടെത്തിയിരിക്കുന്നത് ലക്ഷ്മണന്റെ കടയുടെ തൊട്ടുപിറകിൽ, അതായത് ന്യൂസ് 18 ആദ്യ ദിനങ്ങളിൽ ഈ ലോറിയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് സോണാർ പരിശോധനയിൽ കണ്ടെത്തുന്ന വെളിപ്പെടുത്തിയ അതേ സ്ഥലത്ത് വെച്ച് ഇപ്പോൾ ലോറി കണ്ടെത്തി എന്നതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഇനി വരുന്ന ഓരോ മണിക്കൂറുകളും നിർണായകമാണ്. ആ ലോറി ഇനി പുറത്തേക്ക് എടുക്കേണ്ടതുണ്ടെന്നാണ് പറഞ്ഞത്. 15 മീറ്ററോളം ആഴത്തിലാണ് ലോറി ഉള്ളത്. ലോറിയുടെ ടയർ ഭാഗങ്ങളാണ് ഈശ്വർ മൽപ്പ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. വളരെ തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ അടിത്തട്ടിലൊക്കെ അത്രത്തോളം വിസിബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഈ തെരച്ചിലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെയാണ് കൃത്യമായ ഒരു തെരച്ചിൽ ആരംഭിച്ചത്. ഉച്ചയോടുകൂടി തന്നെ ഒരു ലോറി കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു. ഇനി അറിയേണ്ടത് ഈ ലോറി അർജുന്റേതാണോ എന്നതാണ്. അത് സംബന്ധിച്ച സ്ഥിരീകരണം ഇനി വരണമെങ്കിൽ ഈ ലോറി ഉയർത്തേണ്ടതുണ്ട്. താഴെ നിന്നും ഇത്തരത്തിൽ അടിത്തട്ടിൽ നിന്നും ടയറുകൾ മുകളിലായ നിലയിലാണ് ഇത്തരത്തിൽ കണ്ടതെന്നാണ് ഇപ്പോൾ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ്. ഡ്രഡ്ജറും അവിടെ എത്തിച്ച് ഇപ്പോൾ മണ്ണ് മാറ്റുന്ന ജോലികൾ പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈശ്വർ മൽപ്പെ മുങ്ങൽ വിദഗ്ധൻ, അദ്ദേഹവും ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഒരു ലോറി കണ്ടെത്തിയിരിക്കുന്നത്. ബൈജു, ഇതിപ്പോൾ ഈശ്വർ മൽപ്പയ്ക്ക് ആദ്യം ഇതിനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ അദ്ദേഹം ഈ തെരച്ചിലിൽ കൂടിയിരിക്കുകയാണ്. നേവിയുടെ സംഘവും മുങ്ങൽ വിദഗ്ധരും അവിടെ ഉണ്ടോ? ഇപ്പോൾ ആ രീതിയിലുള്ള ഒരു തെരച്ചിലാണോ ഇപ്പോൾ നടക്കുന്നത്? അടിയൊഴുക്ക് വളരെയധികം കുറഞ്ഞ ഒരു സമയം, നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇനി തെരച്ചിൽ വൈകില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. ഉടൻ തന്നെ ഈ ലോറി അർജുന്റേതാണെന്ന് സ്ഥിരീകരിക്കുവാൻ പറ്റും അല്ലേ? തീർച്ചയായും മഞ്ജുഷേ, ഇതിൽ നേവി ഇന്ന് തെരച്ചിലിൽ ഇല്ല. ഡ്രഡ്ജർ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലായിരുന്നു രാവിലെ 8:30 മുതൽ ആരംഭിച്ചത്. ഈശ്വർ മൽപ്പെ 6 മണിക്ക് തന്നെ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണവും നമ്മൾ 6 മണിക്ക് തേടിയിരുന്നു. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടായിരുന്നില്ല ഇവിടെ എത്തിയത്. അതിനു പകരം അദ്ദേഹം പറഞ്ഞത് ഈ കുടുംബം, അതായത് ഇപ്പോൾ കാണാതായ ലോകേഷിന്റെയും ജഗന്നാഥിന്റെയും അർജുൻ കുടുംബം ആവശ്യപ്രകാരം ഇത്തരത്തിൽ കണ്ടെത്തി കൊടുക്കുമെന്ന ഒരു വാക്ക് താൻ നൽകിയിരുന്നു. അതിന്റെ പുറത്താണ് താൻ ഇവിടെ എത്തിയത്. അത് മാത്രമല്ല, താൻ ഇവിടെ 10 ദിവസം ഉണ്ടാവും എന്നും പറഞ്ഞു. പക്ഷേ അദ്ദേഹം നടത്തിയ ഇപ്പോൾ തെരച്ചിലാണ് അദ്ദേഹമാണ് ഇത്തരത്തിൽ ഒരു ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഈ ലക്ഷ്മണന്റെ ചായക്കടയുടെ തൊട്ടുപിറകിലായാണ് ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. തല കീഴായാണുള്ളത്. ഇന്ദ്രപാൽ, അതായത് റിട്ടയർഡ് മേജർ ഇന്ദ്രപാൽ, അദ്ദേഹം നടത്തിയ ആ റഡാർ പരിശോധനയിലും അതേ സ്ഥലത്താണ് ലോറിയുടെ സാന്നിധ്യം എന്നതും ശ്രദ്ധേയമാണ്. മാത്രമല്ല, അദ്ദേഹവും ഇത്തരത്തിൽ തല കീഴായാണ് ലോറി ഉള്ളതെന്നും അന്ന് വ്യക്തമാക്കിയിരുന്നു. ആദ്യം അന്ന് പുറത്തുവിട്ടും എന്തായാലും അതേ സ്ഥലത്ത് നിന്നും അതേ രീതിയിൽ ഇന്ദ്രപാൽ അദ്ദേഹം പറഞ്ഞ അതേ രീതിയിലുള്ള ഒരു സ്ഥലത്തു നിന്ന് തന്നെ അതേ രീതിയിൽ ഈ ലോറി കണ്ടെത്തിയെന്നാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ നമ്മൾ ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ആ ലോറി കണ്ടെത്തിയ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനി ആ ലോറി ഉയർത്തേണ്ടതുണ്ട്. അത് ആ ഭാരത് ബെൻസ്, അർജുന്റെ ഭാരത് ബെൻസ് ആണോ എന്നറിയേണ്ടതുണ്ട്. ആ ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ ഡ്രഡ്ജിംഗ് ആരംഭിച്ചിരിക്കുന്നു. ഡ്രഡ്ജിംഗ് നേരത്തെ C4ഉം അതുപോലെ തന്നെ നേവി മറ്റൊരു സ്ഥലമാണ് അടയാളപ്പെടുത്തിയിരുന്നത്. ആ ഭാഗങ്ങളിലായിരുന്നു തെരച്ചിലെങ്കിൽ ഇപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഇപ്പോൾ ആ ലോറി കണ്ടെത്തി എന്ന് പറയുന്നിടത്ത് വന്നിരിക്കുന്നു. ആ ലോറി ഇനി ഉയർത്തേണ്ടതുണ്ട്. അവിടെ ചെളിയും മണ്ണുമൊക്കെ നിറഞ്ഞ ഒരു സാഹചര്യമുണ്ടെന്നാണ് ഈശ്വർ മൽപ്പെ വ്യക്തമാക്കിയത്. ഏതായാലും സ്ഥിരീകരണം വന്നിരിക്കുന്നു ഇത്തരത്തിൽ ലോറി കണ്ടെത്തി എന്നതിന്. ഇനി അത് അർജുന്റെ ലോറിയാണോ ആ ഭാരത് ബെൻസ് ആണോ എന്നത് അറിയേണ്ടതുണ്ട്. എന്തായാലും ആ ക്യാബിനരികിലേക്ക് എത്തേണ്ടതുണ്ട്. നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഈ ലോറിക്കരികിലേക്ക് ഈ ദൌത്യ സംഘം ഇന്നെത്തും എന്നൊരു പ്രതീക്ഷ. അത് AKM അഷ്റഫ് MLA ഉൾപ്പെടെ അത്തരത്തിൽ പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും അത്തരം കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ സത്യമായിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. ഏതായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈശ്വർ മൽപ്പയെ ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം തന്നെയാണ് ഈ ദൌത്യത്തിന് ഇപ്പോൾ ഏറ്റവും വലിയ ആ ഒരു ലോറി കണ്ടെത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഒരു പക്ഷേ ജില്ലാ ഭരണകൂടം അദ്ദേഹത്തെ ഈ ഒരു ദൌത്യത്തിന് ഏകോപിപ്പിക്കുന്നതിനോ
പറയാനോ അദ്ദേഹത്തിന് ഈ പങ്കുചേരുന്നതിനോ ഇല്ലെങ്കിലും അദ്ദേഹം സ്വന്തം നിലയിൽ ഈ കുടുംബങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായത്. ആ കയർ ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഒരു കയർ, ആ കയർ മൽപ്പെ വ്യക്തമാക്കുന്നത് ആ കയർ അവിടെ ആ ലോറിക്ക് ഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ്. ഇദ്ദേഹം കണ്ടെത്തിയ ആ ലോറിക്ക് ഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ്. ഏതായാലും ആ ലോറി പുറത്തേക്ക് എടുത്താൽ മാത്രമേ അത് ആരുടെ ലോറി എന്ന് എന്തായാലും കണ്ടെത്താൻ സാധിക്കും. അവിടെ ലോറി ഉണ്ട് എന്ന ഒരു സ്ഥിരീകരണം വരുന്നുണ്ട്. എന്തായാലും AKM അഷ്റഫിനെയും MLA നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം ഈ തുടക്കം മുതൽ തന്നെ ഈ ദൌത്യത്തിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ്. അല്പസമയം പോലും നമ്മൾ AKM അഷ്റഫുമായി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 100% അർജുനെ കണ്ടെത്താൻ സാധിക്കും, അർജുന്റെ ലോറി കണ്ടെത്താൻ സാധിക്കുമെന്നൊക്കെ അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ കാര്യങ്ങൾ നീങ്ങുന്നു. ഇപ്പോൾ നമുക്ക് ഡ്രഡ്ജറിന്റെ ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാം. ആ സ്ഥലത്ത് ഇപ്പോൾ ഡ്രഡ്ജർ മണ്ണ് മാറ്റുന്ന ഡ്രഡ്ജർ ഉള്ള ആ സ്ഥലത്ത് അവിടെയാണ് ഇപ്പോൾ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ മാർക്ക് C4ലും അതുപോലെ തന്നെ നേവി സോണാർ പരിശോധനയിൽ അടയാളപ്പെടുത്തിയ സ്ഥലത്തുമായിരുന്നു തെരച്ചിലെങ്കിൽ ഇപ്പോൾ ആ സംവിധാനങ്ങൾ ഡ്രഡ്ജർ അത് മാറിയിരിക്കുന്നു. അത് ഇപ്പോൾ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിൽ ലോറി കണ്ടെത്തിയെന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് ഇപ്പോൾ ആ സംവിധാനം വന്നിരിക്കുന്നു. ഇനി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ലോറിക്കരികിലേക്ക് എത്താൻ സാധിക്കും. ലോറി പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഭാരത് ബെൻസ് ആണോ അർജുന്റെ ഭാരത് ബെൻസ് ആണോ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്തായാലും നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് 18 ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നതും. എന്തായാലും അല്പസമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ആ ലോറി ഉയർത്തേണ്ടി വരും. അതിനായാണ് ഇവിടെ കാത്തിരിക്കുന്നത്. ശരി, അപ്പോൾ KV ബൈജു ഇപ്പോൾ തത്സമയ വിവരങ്ങളാണ് നൽകുന്നത്. തത്സമയ ദൃശ്യങ്ങളും കാണുകയാണ്. ലോറി എന്തായാലും കണ്ടിട്ടുണ്ട്. ഈശ്വർ മൽപ്പെ നേരത്തെ അദ്ദേഹം ഗംഗാവലി പുഴയിൽ മുങ്ങി തപ്പിയപ്പോഴാണ് ഇങ്ങനെ ലോറി കണ്ടത്. പലതവണ അദ്ദേഹം ഡൈവിംഗ് നടത്തിയതാണ്. അപ്പോൾ ഒരു ലോറിയുടെ ഭാഗം ട്രക്ക് കണ്ടെത്തി എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അത് ഇനി അത് അർജുന്റെ ലോറിയാണോ എന്നുള്ള സ്ഥിരീകരണമാണ് വരേണ്ടത്. ലോറി പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഈശ്വർ മൽപ്പെ വീണ്ടും ഡൈവിങ്ങിന് തയ്യാറെടുക്കുകയാണോ ബൈജു, അതോ ഇനിയും അവിടുത്തെ മണ്ണ് നീക്കിയതിന് ശേഷം ഡൈവിംഗ് ഉണ്ടാവുകയുള്ളൂ? എന്താണ് ഇനി ഇപ്പോൾ അവിടുന്ന് പറയാൻ കഴിയുന്നത്? എന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് ഈശ്വർ മൽപ്പെ അവരുടെ ഒപ്പമുള്ളവരോട് പറഞ്ഞത്. ആ രീതിയിലാണ് ലോറി ഉടമ മനാഫും കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എന്തായാലും ലോറി കണ്ടെത്തിയെന്നത് തന്നെ ഏറ്റവും പ്രധാനമാണ്. ഇവിടെ മറ്റേതെങ്കിലും തരത്തിൽ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടതായി നിലവിൽ അങ്ങനെ ഒരു വിവരമില്ല എന്നാണ് ജില്ലാ ഭരണകൂടവും അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യക്തമാക്കിയത്. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ അർജുന്റെ ലോറി അത് 2 മാസത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ അല്ലെങ്കിൽ ഈശ്വർ മൽപ്പ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തി എന്ന് വേണം പറയാൻ. ആ പുഴയുടെ വെള്ളമൊക്കെ കുറഞ്ഞ് അത്തരത്തിൽ തെളിഞ്ഞ ഒരു കാലാവസ്ഥ ആ സമയത്ത് നടത്തിയ ഒരു തെരച്ചിലാണിത്. ആ തെരച്ചിലാണ് ഇത്തരമൊരു സൂചന ലഭിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ നിമിഷം തന്നെയാണ്. ഇനി ഓരോ മണിക്കൂറുകളും അത്രത്തോളം നിർണായകമാണ്. എന്തായാലും നമുക്ക് ഈ കാര്യത്തിൽ മനാഫിന്റെ ഒരു സ്ഥിരീകരണം കൂടി തേടേണ്ടതുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ കാണുന്നത് ഗംഗാവലി പുഴയിൽ നിന്നുള്ളതാണ്. ഡ്രഡ്ജർ അവിടെയുണ്ട്. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ മണ്ണ് മാറ്റുന്ന ജോലികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മൽപ്പെ കഴിഞ്ഞ തവണ ഡൈവിംഗ് നടത്തിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞത് ഒരു ലോറി കണ്ടു എന്നുള്ള കാര്യം. ഇപ്പോൾ തെളിഞ്ഞ വെള്ളമാണ് ഗംഗാവലി പുഴയിൽ, അടിയൊഴുക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഡൈവിംഗിന് പറ്റിയ സാഹചര്യമാണെന്ന് ഈശ്വർ മൽപ്പെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഡൈവിംഗിലാണ് ഇങ്ങനെ ഒരു ലോറി കണ്ടത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, മറ്റ് ലോറികളോ ട്രക്കുകളോ എന്തെങ്കിലും കാണാതായി എന്നുള്ള കാര്യം അവിടെ ഇല്ല, അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനാൽ തന്നെ ഈ ലോറി അർജുന്റേതാണ് എന്ന് ഏകദേശം സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തലകീഴായി മറിഞ്ഞു കിടക്കുകയാണ് ലോറി. ടയർ ഭാഗമാണ് കണ്ടത് എന്നാണ് ഈശ്വർ മൽപ്പെ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ആളുകളുമായിട്ടും അതുപോലെ തന്നെ AKM അഷ്റഫ് MLAയുമായിട്ടും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് മാറ്റിയതിനു ശേഷം കൂടുതൽ വ്യക്തത അവിടെ വരുമ്പോൾ അങ്ങോട്ട് വീണ്ടും ഡൈവിംഗ് നടത്തി ഈ ലോറിയുടെ ഭാഗങ്ങൾ എവിടെയാണ് എന്ന് കൃത്യമായി സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും ഗംഗാവലി പുഴയിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ലോറി കണ്ടു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അയാൾ 5 മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് അരമണിക്കൂർ എന്നെ കണ്ടു എന്നും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പിന്നെ ഫോൺ സംഭാഷണം ചോർത്തുന്നു, പൊതുപ്രവർത്തകത്തിന് ചേരാത്ത മട്ട് നിരവധി ദിവസമായി മാധ്യമങ്ങളോട് അതും ഇതും പറയുന്നു. പിന്നെ ഒരു ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിച്ചു. മലപ്പുറം കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് സ്വർണം പോലീസ് പിടിച്ചപ്പോൾ ഈ സ്വർണം കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർക്ക് വേദനിച്ചു, പ്രയാസപ്പെട്ടു.
അവർ കൂടി ഇതിന്റെ പുറകിലുണ്ടെന്നാണ് പറയുന്നത്. ആരാണെന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഭരണകക്ഷിയിലെ MLA-ക്കെതിരെ തന്നെ തിരിച്ച ആരോപണം ഉന്നയിക്കുകയാണ്. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണ് എങ്കിൽ ഭരണകക്ഷി MLA-ക്കെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എന്നിട്ട് അയാൾ പണ്ട് കോൺഗ്രസ് ആയിരുന്നാ പറയുന്നത്. അയാൾ ഇപ്പോഴും കോൺഗ്രസിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. എന്തിനാണ് അയാളെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആളാണ്. അയാൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ അയാൾ പറഞ്ഞ പകുതി ഭാഗം അന്വേഷിക്കുക. ഏത് ADGP-ക്കെതിരെ പകുതി ഭാഗം അന്വേഷിക്കില്ല, ശശിയെക്കുറിച്ച് അന്വേഷിക്കില്ല. ഇന്ന് രാവിലെ വന്നിട്ടും ആ ഭരണകക്ഷി MLA മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. അപ്പോൾ അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കും. മുഖ്യമന്ത്രി പറയുന്നതിനൊന്നും ഒരു യുക്തിയില്ല. മുഖ്യമന്ത്രി PV അൻവറിനെ ഭരണകക്ഷി MLA വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞ പകുതി ആരോപണങ്ങൾ അന്വേഷിക്കുകയാണ്. ADGP-ക്കെതിരെ പകുതി ആരോപണം, എല്ലാം ഇല്ല, മറ്റതുമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ദൂതനായിട്ടാണ് ADGP RSS നേതാവിനെ കണ്ടത് എന്നുള്ള ആരോപണം ഞാൻ ആവർത്തിക്കുന്നു. അല്ലാതെ എന്ത് കാര്യത്തിനാണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP RSS നേതാവിനെ കണ്ട് 1 മണിക്കൂർ സംസാരിച്ചത്? തന്റെ ദൂതനായിട്ടല്ല പോയതെങ്കിൽ 24 മണിക്കൂറിനകം മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയല്ലോ. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ 1 മണിക്കൂർ സംസാരിച്ചു. 10 ദിവസം കഴിഞ്ഞിട്ട് മറ്റൊരു RSS നേതാവിനെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു. ചെറുവിരലനക്കിയോ ഈ ഉദ്യോഗസ്ഥനെതിരെ? മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടല്ല ഈ ഉദ്യോഗസ്ഥൻ പോയതെങ്കിൽ അയാളെ വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ചു. നിങ്ങൾ എന്തിനാണ് RSS നേതാക്കളുമായി നിങ്ങൾ നിരന്തരം സന്ദർശനം നടത്തുന്നതെന്ന്? നാളെ ചീഫ് സെക്രട്ടറിക്ക് പോകാൻ പറ്റുമോ RSS നേതാക്കളെ കാണാൻ? മുതിർന്ന നേതാക്കളെ, RSSന്റെ നേതാക്കളെ കാണാൻ ഈ സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരെ അയക്കുകയാണ്. അതിന് പഴയ ജയറാം മെഡിക്കലിന്റെ കഥയെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണ്ട. ചോദിച്ചതിന് ഉത്തരവാണ് മുഖ്യമന്ത്രി പറയേണ്ടത്. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടല്ല ഈ ADGP പോയതെങ്കിൽ എന്തുകൊണ്ട് അയാളോട് വിശദീകരണം ചോദിച്ചില്ല? ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് പൂർത്തിവെച്ചു? അതിന്റെ അർത്ഥം വളരെ കൃത്യമാണ്. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് തന്നെയാണ് ഈ ADGP RSS നേതാക്കന്മാരെ കണ്ടിട്ടുള്ളത്. ആദ്യം കണ്ട ആളെ ഉറപ്പായിട്ടും അതിനുവേണ്ടി. അതിന്റെ തുടർച്ചയാണ് RSSന് കേരളത്തിലെ CPM കൊടുത്ത പിന്തുണയുടെ തുടർച്ചയാണ് പിന്നീട് തൃശൂർ പൂരം കലക്കുന്ന സംഭവത്തിലേക്ക് വന്നത്. ഈ കമ്മീഷണർക്കെതിരായി നടപടിയെടുത്തു എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അന്ന് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന്റെ പൂരം കലക്കിയ ദിവസം അവിടെ ഉണ്ടായിരുന്ന ഈ ADGP ലോ ആൻഡ് ഓർഡറിനെതിരായിട്ട് ഒരു നടപടി എടുക്കായിരുന്നു? കമ്മീഷണറെ മാറ്റിയല്ലോ. കമ്മീഷണറെ മാറ്റിയത് കമ്മീഷണറെ അലങ്കോലപ്പെടുത്താൻ നേതൃത്വം കൊടുത്തു എന്നുള്ളതിന്റെ പേരിലാണ്. അപ്പൊ കമ്മീഷണറേക്കാൾ മുതിർന്ന ഉദ്യോഗസ്ഥൻ, കമ്മീഷണർക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിവുള്ള, കമ്മീഷണറെ ഡയറക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഈ ADGP അന്ന് അവിടെ ഉണ്ടായിരുന്നല്ലോ തൃശ്ശൂരിൽ മുഴുവൻ സമയം. അയാൾക്കെതിരായി ചെറുവിരലനക്കിയോ ഈ മുഖ്യമന്ത്രി? അപ്പൊ പൂരം കലക്കാൻ പോയതും മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. അതുകൊണ്ടാണ് അയാളെ പ്രൊട്ടക്ട് ചെയ്തത്. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു. ആ മാറ്റിയ കമ്മീഷണർ സാധാരണ കൊണ്ടുവരുന്ന ഒരു ബ്ലൂ പ്രിന്റ്, എങ്ങനെയാണ് പോലീസ് കൈകാര്യം ചെയ്യേണ്ടത് തൃശൂർ പൂരം എന്നുള്ളൊരു ബ്ലൂ പ്രിന്റ് കൊണ്ടുവന്നപ്പോൾ ആ ബ്ലൂ പ്രിന്റ് വേണ്ട, എല്ലാ വർഷവും കൈകാര്യം പോലീസിന്റെ മാനേജ്മെന്റ് വേണ്ട, പുതിയൊരു മാനേജ്മെന്റ് മതി എന്ന് പറഞ്ഞ് ഈ ADGP ലോ ആൻഡ് ഓർഡർ അല്ലേ പുതിയ പ്ലാൻ, പുതിയ ബ്ലൂ പ്രിന്റ് കൊടുത്തത് അല്ലേ? അന്വേഷിച്ച് നോക്കിയോ നിങ്ങൾ? ആണ്. എന്നിട്ട് നിരന്തരമായി എല്ലാ വർഷവും തൃശൂർ പൂരം നിയന്ത്രിക്കാൻ പോലീസ് കൈകാര്യം ചെയ്യുന്ന മാനേജ്മെന്റ് ബ്ലൂ പ്രിന്റ് മാറ്റി പുതിയ ബ്ലൂ പ്രിന്റ് കൊടുത്ത് പുതിയ മാനേജ്മെന്റ്, പോലീസ് മാനേജ്മെന്റ് കൊടുത്ത ആൾക്ക് ഒരു കുഴപ്പമില്ല. ആളവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. രാവിലെ 11 മണിക്ക് തൊട്ട് പിറ്റേ ദിവസം 7 മണി വരെ പൂരം കലക്കാണ് കമ്മീഷണർ. അപ്പൊ നോക്കി നിന്നോ ഈ ADGP ലോ ആൻഡ് ഓർഡർ? അപ്പൊ മുഖ്യമന്ത്രിയുടെ ദൂതനായി, മുഖ്യമന്ത്രിയുടെ സന്ദേശവാഹകനായി മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പ് പാലിക്കാൻ പോയതാണ്. പൂരം കലക്കാൻ മുഖ്യമന്ത്രി കൂട്ടുനിന്നു, ഒരു സംശയം വേണ്ട. അതിന് ADGP ലോ ആൻഡ് ഓർഡറെ കരുവാക്കി BJPയെ തൃപ്തിപ്പെടുത്താൻ, തൃശ്ശൂർ അവർക്ക് ജയിക്കാൻ ഉള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കലായിരുന്നു മുഖ്യമന്ത്രിയും CPM നേതൃത്വവും കൂടി ചെയ്തത്. അതിനാണ് ഉത്തരം പറയേണ്ടത്. അതിനൊന്നും ഉത്തരമില്ല. വയനാട് കാര്യത്തെക്കുറിച്ച്, വയനാട് നിങ്ങൾ കൊടുത്ത കണക്ക് എക്സാജറേറ്റ് ചെയ്ത കണക്കാണ്. നിങ്ങൾ എന്ത് എസ്റ്റിമേറ്റ് ആണ്?
90 ദിവസം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുമെന്നാണ്. ഏത് തെരച്ചിൽ എത്ര ദിവസം നടത്തി? തെരച്ചിൽ എത്ര ദിവസം അവിടെ നടത്തി? തെരച്ചിൽ എന്ത് കണക്കാണ്? ഞങ്ങൾ പറഞ്ഞത്, പ്രതിപക്ഷം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്, ആ കണക്ക് മെമ്മോറാണ്ടത്തിന്റെ വിശ്വാസ്യത തകർത്തുവെന്നാണ്. ഞങ്ങൾ തയ്യാറാണ്. കേന്ദ്രം അഡ്വാൻസ് പോലും കൊടുത്തിട്ടില്ല. അവിടെ തുക ആവശ്യമുണ്ട്, റീഹാബിലിറ്റേഷൻ തുക ആവശ്യമുണ്ട്. ആവശ്യമായ തുകയുടെ കണക്ക് വെച്ച് കൊടുക്കേണ്ടതിന് പകരം ഇല്ലാത്ത കണക്കുണ്ടാക്കി. ഇതിന്റെ പ്രശ്നം എന്താണ്? കുറെ ഉദ്യോഗസ്ഥന്മാർ ഇതങ്ങ് ചെയ്യാണ്. അതിൻ്റെയൊക്കെ എന്താണ് ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് എന്ന് മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, ഒരു ഗുഡ് ഗവേണൻസ് കേരളത്തിലില്ല. അതാണ് പ്രശ്നം. ഉദ്യോഗസ്ഥന്മാർ എഴുതിക്കൊണ്ടിരുന്നതിന്റെ താഴെ കയ്യൊപ്പ് വയ്ക്കുന്നവരാണ്. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അത് തന്നെ ഒരു ഡിസാസ്റ്ററാണ്, അത് തന്നെ ഒരു ദുരന്തമാണ്. അവർ തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പ് ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ്. 2016 ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനാണ് ഇപ്പോഴും ഉള്ളത്. 8 കൊല്ലം കഴിഞ്ഞിട്ടും ഡിസാസ്റ്ററിന്റെ സ്വഭാവം തന്നെ കേരളത്തിൽ മാറി, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സ്വഭാവം തന്നെ മാറി. എന്നിട്ട് ആ കണക്ക് ന്യായീകരിക്കാൻ വേണ്ടി കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി മാധ്യമങ്ങൾ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇതെല്ലാം എന്ന് മുഖ്യമന്ത്രി പറയാണ്. പണ്ടും മാധ്യമ വിരോധം, ഞങ്ങളെയൊക്കെ മാധ്യമങ്ങൾ വിമർശിക്കാറുണ്ടല്ലോ, വ്യക്തിപരമായി വിമർശിക്കാറുണ്ടല്ലോ, ഞങ്ങളുടെ പാർട്ടിയെ വിമർശിക്കാറുണ്ടല്ലോ, ഞങ്ങളുടെ മുന്നണിയെ വിമർശിക്കാറുണ്ടല്ലോ. ഞങ്ങളതിന് മറുപടി പറയും. ഞങ്ങൾ തെറ്റാണെങ്കിൽ മാധ്യമങ്ങളുടെ വിമർശനം ചിലപ്പോൾ ശരിയായിരിക്കും, അപ്പം ഞങ്ങൾ കറക്റ്റ് ചെയ്യും. ഇനി നിങ്ങൾ തെറ്റായി വിമർശിച്ചാൽ ഞങ്ങൾ നിങ്ങളോട് പറയും ഇതാണ് ശരിയെന്ന് പറയും. അതിൽ കേസെടുക്കുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുക. ഹൈക്കോടതി വിധിയെ വളച്ചൊടിച്ചത്. കേസെടുക്കണമെങ്കിൽ ഞാനൊരു 10 കേസ് തരാം. ആദ്യം ആ ദേശാഭിമാനിക്കെതിരെ കേസെടുക്കും. അല്ല, അദ്ദേഹം പാർട്ടിക്കുള്ളിൽ തനിക്കെതിരായി ഈ ഭരണകക്ഷി MLA മുന്നിൽ നിർത്തി ഒരു പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവാണ്. അത് അവരോട് പറഞ്ഞ മറുപടിയാണ്, ഞങ്ങളോടൊന്നുമല്ല പറഞ്ഞത് മറുപടി. ഞങ്ങളോടൊന്നുമല്ല മറുപടി പറഞ്ഞത്, അവരോടാ. പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് നടക്കുന്ന മൂവ്മെന്റിനെതിരായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, അതിനേക്കാളും നല്ലത് RSSന്റെ പിന്തുണയോടുകൂടിയല്ലേ അസംബ്ലിയിൽ 77 ജയിച്ചു വന്ന കൂത്തുപറമ്പിൽ ഈ പിണറായി വിജയൻ. അതെന്താ? പിന്നെ 2021 RSS നേതാക്കന്മാരുമായിട്ട് മസ്കറ്റ് ഹോട്ടലിൽ ചർച്ച നടത്തിയത് ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ നടത്തിയത്. ഉദ്യോഗസ്ഥന്മാരെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ DGP ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഡൽഹിയിലെ സംഘപരിവാർ നേതാക്കളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എണ്ണിയാൽ തീരാത്ത കണക്കുണ്ട് പറയാൻ വേണ്ടിയിട്ട്. പുസ്തകം വായിച്ചതിന് ഞാൻ പറഞ്ഞത് അതിനെന്താന്ന് ഞാൻ പറയട്ടെ. ബെർലിൻ കുഞ്ഞനൻ നായർ പറഞ്ഞ പുസ്തകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്നു. ജയറാം പണിക്കൽ ഞങ്ങളുടെ പാർട്ടിക്കാരൊന്നും ആയിരുന്നില്ല. അദ്ദേഹം എല്ലാവർക്കുള്ള മറുപടിയാണ്. പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരെ തിരിച്ചുവെച്ച പീരങ്കി അത് വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവരോടാ പറഞ്ഞിരിക്കുന്നത്. ഒടുവിലെന്ന് അവരെയൊക്കെ പൂർണ്ണമായി സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെയും കൂടി ഒരു ഭരണകക്ഷി MLA രൂക്ഷമായ വിമർശനം നടത്തിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ. ആ സെക്രട്ടറിയെ പ്രൊട്ടക്ട് ചെയ്യും ഞാൻ ആര് പറഞ്ഞാലും എന്ന് പറഞ്ഞിട്ട് ഈ ഭരണകക്ഷി MLA തള്ളി പറഞ്ഞു. എത്രയോ ദിവസം, 10-20 ദിവസമില്ലേ. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് മറുപടി നൽകുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ VS സുനിൽകുമാറിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. തൃശൂർ പൂരം കലക്കിയതിനെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് 24-ാം തീയതി വരുമെന്നുള്ള മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ താൻ വിശ്വസിക്കുകയാണെന്ന് സുനിൽകുമാർ പറയുന്നു. റിപ്പോർട്ട് വന്ന ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നുമാണ് സുനിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അല്ല, ഞാനത് ഒരാഴ്ച സമയം അനുവദിക്കാതിരിക്കുകയോ നീണ്ടുപോയി എന്ന കാര്യത്തിലൊന്നും ഇപ്പോൾ പ്രസക്തിയില്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അത് ഗൗരവത്തിലെടുത്ത് 24-ാം തീയതിക്കകത്ത് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ വിവാദം ഇപ്പോൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഗവൺമെൻറ്, മുഖ്യമന്ത്രി എന്ന നിലയിലെ ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞാൽ ആ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിന് വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക എന്നുള്ളതാണല്ലോ
ശരിയായ രീതി. അപ്പോൾ ആ റിപ്പോർട്ട് വരട്ടെ. നേരം വൈകി അല്ലെങ്കിൽ 5 മാസം വൈകി എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു. നിവേദനം അദ്ദേഹം ഗൗരവത്തിലെടുത്തു. അതിന് സാങ്കേതികമായ ഒരാഴ്ച വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കാം. ഒക്കെ സംഭവിച്ചു. 24-ാം തീയതിക്ക് മുമ്പായി ആ റിപ്പോർട്ട് നൽകും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയാൽ ആ ഉറപ്പിനെ വിശ്വസിക്കാൻ മാത്രമേ പറ്റുള്ളൂ. VS സുനിൽകുമാറിന്റെ പ്രതികരണമാണ് കേട്ടത്. ഇപ്പോൾ ഷിരൂരിലെ തെരച്ചിൽ തുടരുകയാണ്. അതിൽ ഒരു ലോറി കണ്ടെത്തിയ കാര്യം പറഞ്ഞിരുന്നു. ലോറി അർജുന്റേതാണ് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അർജുന്റെ ലോറി അങ്ങനെ കണ്ടെത്തിയിരിക്കുന്നു. 2 മാസത്തിന് ശേഷമാണ് അർജുന്റെ ലോറി കണ്ടെത്തിയത്. ഇന്ന് ഈശ്വർ മൽപേ എന്ന മുങ്ങൽ വിദഗ്ധൻ നടത്തിയ തെരച്ചിലാണ് അർജുന്റെ ലോറി കണ്ടത്. തലകീഴായി മറിഞ്ഞു കിടക്കുകയാണ് ലോറി. ഇനി ലോറി പുറത്തെത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ലോറിയുടെ ടയർ ഭാഗം കണ്ടു ഈശ്വർ മൽപേ കഴിഞ്ഞ ഡൈവിംഗിൽ. KV ബൈജു ഉണ്ട് ഷിരൂരിൽ. ബൈജു, എന്താണ് വിവരം? അപ്ഡേറ്റ് എന്താണ്? തത്സമയ ദൃശ്യങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അത് ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റുന്നതാണ്. ലക്ഷ്മണന്റെ ചായക്കടയ്ക്ക് പിന്നിൽ ഈ ഭാഗത്തായിരുന്നു ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടായിരുന്നത്. ലോറി അവിടെ കാണും എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് കഴിഞ്ഞ തവണ തെരച്ചിൽ നടത്തിയപ്പോഴും ഈ തെരച്ചിൽ നടത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവിടെ അടിയൊഴുക്ക് കൂടിയിരുന്നു. മണ്ണ് ഒരുപാട് ഉണ്ടായിരുന്നു. മണ്ണ് മാറ്റിയാൽ മാത്രമേ വിസിബിലിറ്റി ഉണ്ടാകുമായിരുന്നുള്ളൂ. ഇപ്പോൾ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് കൂടുതൽ മാറ്റി. ഇപ്പോൾ അടിയൊഴുക്ക് തീരെ കുറവാണ്. അതിനാൽ തന്നെ ഡൈവിംഗ് നടത്തുവാനുള്ള ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെയാണ് തലകീഴായ നിലയിൽ ലോറി കണ്ടത്. അർജുന്റെ ലോറിയാണ് എന്ന് സ്ഥിരീകരിച്ചു. ഈശ്വർ മൽപേ എന്ന മുങ്ങൽ വിദഗ്ധനാണ് ഇങ്ങനെ ഒരു സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. ലോറി പുറത്തെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 2 മാസം മുൻപാണ് അർജുന്റെ ലോറി ഈ മണ്ണിടിച്ചിലിൽ കാണാതായത്. അത് ഗംഗാവലി പുഴയിൽ ഉണ്ടോ എന്നുള്ള തിരച്ചിൽ ആ സമയത്ത് നടത്തിയിരുന്നു. കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പലതവണ ഇതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എങ്കിലും അർജുന്റെ ലോറി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തടി കെട്ടിവെച്ചിരുന്ന കയർ കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ ലോറിയുടെ ചില ലോഹഭാഗങ്ങളും കണ്ടിരുന്നു. എന്നാൽ ലോറി എവിടെയാണ് എന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. അത് 4 സ്ഥലങ്ങളാണ് സ്പോട്ട് ചെയ്തുകൊണ്ടുള്ള തെരച്ചിൽ പലതവണയായിട്ട് നടത്തിയിരുന്നത്. മേജർ ജനറൽ ഇന്ദ്രബാലന്റെ സംഘം പോലും അവിടെ വന്ന് പരിശോധന നടത്തിയിരുന്നു. ആധുനിക സാങ്കേതിക വിദ്യയും ഇതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നു. ഒടുവിൽ അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്ന നിർണായക വിവരം ന്യൂസ് 18 പുറത്തുവിടുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു അവിടെയുണ്ട്. അവിടെ ഈശ്വർ മൽപയുടെ ഡൈവിംഗ് നടക്കുമ്പോൾ KV ബൈജു ഉണ്ടായിരുന്നു. ഈശ്വർ മൽപേ പുറത്തു വന്ന് പറഞ്ഞത് അവിടെ ഒരു ലോറി കണ്ടെത്തി എന്നുള്ള കാര്യമാണ്. അത് അർജുന്റെ ലോറിയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. തലകീഴായി മറിഞ്ഞ നിലയിലാണ് ആ ലോറി. KV ബൈജു ചേരുന്നു. ബൈജു, എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? മഞ്ജുഷ, ഏറ്റവും പ്രധാനപ്പെട്ട ആ വിവരം ന്യൂസ് 18-ലൂടെയാണ് വീണ്ടും പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു ലോറി കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ ആ ലോറി അർജുന്റേതാണെന്ന് സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഏതായാലും ജിതിൻ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ജിതിൻ, ഇപ്പോൾ ഒരു ലോറി കിട്ടി. അത് ടയർ തലകീഴായാണുള്ളതെന്ന് അറിയുന്നു. എങ്ങനെയാണ് തീർക്കുന്നത്? അതെ, ലോറി അത് നമ്മുടെ അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയുടെ ഭാഗം തന്നെയാണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമുക്കൊരു ഔദ്യോഗികമായിട്ട് നമ്മളതാണെന്ന് അത് പറയാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു വാഹനം ഇതിലുണ്ടോ എന്നുള്ളതിൽ ഔദ്യോഗികമായി നമുക്ക് അങ്ങനെ ഒരു കണക്കും ഇല്ല നിലവിൽ. പക്ഷേ അതിൻ്റെ അടുത്ത് എത്തേണ്ടതുണ്ട്. അത് നമുക്ക് എന്നാലും മനസ്സിലാവുള്ളൂ നമ്മുടേതാണോ എന്നുള്ളത്. ഇതിൽ മനസ്സിലാക്കുന്നത് ഈശ്വർ മൽപ്പാടത്ത് തെരച്ചിലാണ് ഇത്തരം ലോറികൾ. അങ്ങനെയാണല്ലോ. ഇപ്പം ഞാനും ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് വന്നത്. അപ്പോഴാണ് അങ്ങനെയാണ് അറിയാൻ പറ്റിയത്. മഞ്ജുഷ, അതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. മഞ്ജുഷ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലത്ത് അവിടെ നിന്നാണ് ലോറി കണ്ടെത്തിയിരുന്നത്. ഇപ്പോൾ ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള സംവിധാനം ആ ഭാഗത്തേക്ക് നീങ്ങിയിരിക്കുന്നു. ഇനി കാർവാർ MLA സതീഷ് സെയിൽ അല്പസമയത്തിനകം ഇവിടെത്തും. അദ്ദേഹം വന്നതിന് ശേഷം ആ ഒരു സ്ഥിരീകരണം നൽകാമെന്നാണ് പറഞ്ഞത്. ഏതായാലും ലോറി കണ്ടെത്തിയെന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക വിവരം ഇപ്പോൾ ന്യൂസ് 18-ലൂടെ പുറത്തു വിടുന്നു. ആ ലോറി ഇനി അർജുന്റേതാണോ എന്നതാണ് നമുക്കിനി അറിയേണ്ടത്. അത് അറിയണമെങ്കിൽ ഒരു പക്ഷേ ലോറി പുറത്തേക്ക് എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഏതായാലും അവിടെ മറ്റൊരു ലോറിയോ ട്രക്കോ അങ്ങനെ ഒന്നും കാണാതായിട്ടൊരു സംശയം അങ്ങനെ ഇപ്പോഴില്ലല്ലോ. ആരെങ്കിലും അങ്ങനെ ഒരു സംശയം പറഞ്ഞിട്ടുണ്ടോ? അർജുന്റെ ലോറി അല്ലാതെ മറ്റേതെങ്കിലും വാഹനം കാണാതായതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഏകദേശം ഇത് അർജുന്റെ ലോറി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയല്ലേ?
തീർച്ചയായും അത്തരത്തിൽ മഞ്ജുഷ ഏതെങ്കിലും ഒരു ലോറി ഇവിടെ അപകടപ്പെട്ടതായി നമുക്ക് നിലവിൽ വിവരമില്ല. അതേസമയം തന്നെ ഈ ലോറി ഏത് അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെന്നും അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ ഈശ്വർ മൽപ്പയുടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് AKM അഷ്റഫ് MLA-യും ഈശ്വർ മൽപ്പയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നതാണ്. ഇനി സതീഷ് സെയിൽ MLA കൂടി എത്താനുണ്ട്. അദ്ദേഹം എത്തിയതിനു ശേഷമായിരിക്കും അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുക. ഏതായാലും ഈ ലോറി കണ്ടെത്തിയെന്ന നിർണായക വിവരം ന്യൂസ് 18 ആണ് ആദ്യം പുറത്തുവിടുന്നത്. ഇത്തരത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഒന്നാം ഘട്ട പരിശോധനയിൽ ലോറി കണ്ടെത്തി എന്ന് നമ്മൾ സ്ഥിരീകരിച്ച അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഇപ്പോൾ ഈ ടയർ മുകളിലായി, അതായത് തല കീഴായി ഈ ലോറി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. AKM അഷ്റഫ് MLA സംസാരിക്കുന്നുണ്ടല്ലോ, ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളും അതുപോലെ തന്നെ സതീഷ് സെയിൽ MLA ഇവരൊക്കെ സ്ഥലത്തെത്തിയതിനു ശേഷം ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായിട്ട് കാര്യം അറിയിച്ചാൽ മതി എന്നാണോ? അഷ്റഫ്, എന്താണ് താങ്കളോട് പറഞ്ഞത് ഒടുവിൽ? തീർച്ചയായും ഈ ലോറി ഉടമ മനാഫ് അദ്ദേഹവുമായി ഈ ഈശ്വർ മൽപ്പെ ആണ് ഇത് ആദ്യം ആശയവിനിമയം നടത്തുന്നത്. അത് മനാഫാണ് സ്ഥിരീകരിച്ചത് ഇത്തരത്തിൽ ഒരു ലോറി കണ്ടെത്തിയെന്നത്. പക്ഷേ അത് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കാർവാർ MLA സതീഷ് സെയിൽ വന്നതിന് ശേഷം, അത് അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ എത്തുന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ പുറത്ത് വിടും എന്നാണ് പറയുന്നത്. എന്തായാലും ലോറി കണ്ടെത്തിയെന്ന കാര്യം നമ്മൾ സ്ഥിരീകരിക്കുന്നു. ഇനി അറിയേണ്ടത് അതൊരു പക്ഷേ കാർവാർ MLA എത്തിയാലും ഒരു പക്ഷേ അതിനൊരു സ്ഥിരീകരണം ലഭിക്കുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. കാരണം ലോറി മുകളിലോട്ട് എടുത്താൽ മാത്രമേ അത് അർജുന്റെ ആണോ എന്ന് അറിയാൻ പറ്റൂ എന്നാണ് ഈശ്വർ മൽപ്പെ നമ്മോട് പറഞ്ഞത്. അത് അത്തരത്തിലാണ് നമ്മോട് സംസാരിച്ചത്. ശരി ബൈജു, എന്തായാലും അല്പസമയത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ കിട്ടും. എന്തായാലും ലോറി കണ്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തലകീഴായി മറിഞ്ഞു കിടക്കുകയാണ്. ഈശ്വർ മൽപ്പെ വീണ്ടും ഡൈവിംഗിന് വേണ്ടി ഇറങ്ങുന്നുണ്ട്. ആ ഭാഗത്ത് കൂടുതൽ മണ്ണ് മാറ്റി ഉള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വിസിബിലിറ്റി കിട്ടുവാനും പറ്റുന്ന ഒരു സാഹചര്യമാണ്. അതിനാൽ തന്നെ ഈശ്വർ മൽപ്പെ അടുത്ത ഡൈവിംഗിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. കൂടുതൽ വിശദമായ കാര്യങ്ങൾ ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവിൽ കാണാം. വാർത്താസമ്മേളനം